ഒരു രസകരമായ ഇൻ്റർവ്യൂ കാണിക്കാം. ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ കാണിച്ചാൽ കോപ്പിറൈറ്റ് ആവുമെന്നുള്ളത് കൊണ്ടാണ് ഇതൊന്ന് കാണേണ്ടതാണ്. ആദ്യം അതിൻ്റെ ഒരു ആദ്യ ഭാഗം കണ്ടോളൂ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ? എനിക്കൊരു കുട്ടിയുണ്ട്. ആ വ്യക്തിയുമായിട്ട് എനിക്ക് വളരെ കുറച്ച് നാളത്തെ റിലേഷൻഷിപ്പേ ഉള്ളായിരുന്നു. എന്റെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടീനെ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ബ്രേക്കപ്പ് ആയിരുന്ന ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, തിരിച്ചു വന്ന് എന്റെ കൂടെ നാട്ടിൽ നിൽക്കുമോ, ഐ നീഡ് എ ഹെൽപ്പ്, അത് ബയോളജിക്കൽ സ്പേസിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് എനിക്ക് ലീഗൽ ഫോർമാലിറ്റി ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അയാൾ തിരിച്ചു വരാൻ വേണ്ടി. അതിനുള്ള വേറെ റീസൺസും ഉണ്ടാവും. അപ്പൊ ആ വ്യക്തി തിരിച്ചു വന്നു. അമ്മ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ, ഒരു വയസ്സായി കഴിഞ്ഞപ്പോ പുള്ളി തിരിച്ചുപോയി. ഇപ്പോഴും അതായത് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റാത്തൊരു സ്പേസിൽ അയാൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ അയാൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ അയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടോ അയാളുടെ അടുത്ത് മത്സരിക്കാൻ പോയിട്ടോ പൈസ വാങ്ങിച്ച് അയാളുടെ നോക്കിയിട്ടൊന്നല്ല ഞാൻ ജീവിക്കുന്നു. അമ്മ പേഴ്സൺ ആയിക്കോട്ടെ, ബേബി ഇറ്റ് വാസ് മൈ ഡിസിഷൻ. ഞാൻ അതിനെ നോക്കുന്നുണ്ട്. എന്റെ കൂടെ തന്നെയാണ് ആ കുട്ടി വളരുന്നത്. എനിക്ക് വളരെ കുറച്ച് സമയത്തൊക്കെ അവളെ സ്കൂളിൽ വിടാൻ പറ്റത്തുള്ളായിരിക്കും. സോ ഐ എം വർക്കിംഗ് അറൗണ്ട് ആൻഡ് വർക്കിംഗ്. അപ്പൊ എനിക്കിതിനകത്ത് ഞാൻ ഒരു മനുഷ്യനെ മനഃപൂർവ്വം ഹാം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടല്ല ഒരു കാര്യം പറയുന്നത്. എനിക്ക് വളരെ വ്യക്തമായ ധാരണയാണ്. പുതിയ കാലത്തെ ഫൈറ്റേഴ്സാണ് ഇവരൊക്കെ. ആ ചോദ്യം മനസ്സിലായല്ലോ, ഉത്തരവും കേട്ടല്ലോ, ഞാൻ ആവർത്തിച്ച് പറയേണ്ടതില്ല. കല്യാണം കഴിഞ്ഞതല്ലേ എന്ന ചോദ്യത്തിന് കല്യാണം കഴിഞ്ഞതല്ല ആണ് എന്ന് പറഞ്ഞില്ല. അതിന് പകരം ആ കുട്ടി ഉണ്ടായ സംഗതിയും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ പറഞ്ഞു. അത് വളരെ നാടകീയമായും വളരെ വളരെ പ്രൊഫഷണലായും കലാപരമായും ഒക്കെ അവതരിപ്പിച്ചു. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം കൂടി കേൾക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത വരിക. അതുകൂടി കേട്ടോ. കല്യാണം കഴിച്ചു ചോദിച്ച ചോദ്യത്തിന് ഒരു കാര്യം പറഞ്ഞു. ഒരാളുമായിട്ട് റിലേഷൻ ആയിരുന്നു, ഒരു കുട്ടിയുണ്ട്, ആളിപ്പോ ഇല്ല. ഇത് അവിഹിതമായിരുന്നു. അവിഹിതം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ, വൃത്തികെട്ട ചിന്താഗതി. ഇതിനൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വേറെ രീതിയിൽ അടിയുണ്ട്. ഇമ്മ കോണസ്റ്റ് ചോദ്യം ചോദിച്ചാൽ ഇവിടെ വിളിച്ചെടുത്തിട്ട് ചോദിക്കേണ്ട ഒരു കാര്യം. യുടെ ഫാദർ ഇതുപോലൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്. അറിയാതെയോ അറിഞ്ഞോണ്ടോ കൈയൊന്ന് അത് തട്ടി. ഇതുപോലൊരു വീഡിയോ കുട്ടി എടുക്കുകയും ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. എന്ത് ചെയ്യും ഐശ്വര്യ? പക്ഷെ എന്റെ അച്ഛനൊരു അബ്യൂസറാണ്. ഞാൻ അയക്കെതിരെ കേസ് കൊടുത്തു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ റിലവന്റ് അല്ലാണ്ടായി. മനസ്സിലായി? എന്റെ അച്ഛൻ അങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കെതിരെ സാക്ഷിയും പറയും, അയാളെ അത് പാക്കുകയും ചെയ്യും, അയക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യും. ഞാൻ എന്റെ അച്ഛനെതിരെ 28 പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തു. സ്വന്തം എന്റെ അച്ഛനായാലും എന്റെ അനിയനായാലും ശരി ശിവജിതയുടെ സ്ഥലത്താണെങ്കിൽ ഞാൻ അവിടെ നിൽക്കത്തില്ല. അല്ലാതെ എനിക്ക് വേറെ ഇമോഷണൽ സാധനം പിടിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകളുടെ അടുക്കൽ അനാവശ്യമായിട്ട് ഇടപെടുന്ന അത് ആരായാലും, അത് പുരുഷന്റെ അടുക്കലാണ്. വൈ നിങ്ങൾ ശിവജിതയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. സ്ത്രീകൾക്ക് ശാസ്ത്രീകരണം കൊടുക്കുമ്പോ പുരുഷന്മാർക്കും അതേ സാധനം ഉണ്ട്. അവരും ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. അതൊന്നും തെറ്റല്ല. അല്ല, അങ്ങനെ പറയുന്നില്ല. ചിരിച്ചുകൊണ്ടാണ് ആ വീഡിയോ എടുക്കുന്നത്. കണ്ടാ മനസ്സിലാവും ശരിക്കും അത് പ്ലാൻ ചെയ്തതല്ലേ. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയ ഒരു സ്ത്രീയുടെ വിഷയത്തിൽ എല്ലാവരും ഒരുപോലെ അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് നിന്നപ്പോൾ വന്ന സ്ത്രീ പക്ഷപാതിയാണ് ബഹുമാനപ്പെട്ട ഐശ്വര്യ എന്നങ്ങാണ്ടാണ് പേര്. അവരോട് ആദ്യം ചോദിച്ച ചോദ്യത്തിന് അവർ പറഞ്ഞ ഉത്തരത്തിൽ ആ ആങ്കർ തിരിച്ചങ്ങോട്ട് അവിഹിതം എന്ന വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് അവർ മൈക്ക് ഊരി എറിഞ്ഞിട്ട് പോവുകയാണ്. പിന്നീട് പറഞ്ഞ കഥകളാണ് അതിൻ്റെ തുടർച്ചയായി വന്ന ആ കഥകളൊക്കെയും. എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് ഇങ്ങനെയൊക്കെ ഗർഭം ധരിച്ചാലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലോ അതിന് വേറെ ആലങ്കാരികമായ ചില പദങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഈ നാരങ്ങാവെള്ളം പിഴിഞ്ഞു കുടിക്കുന്നത് പോലെയും സോഡ പൊട്ടിച്ച് കുടിക്കുന്നത് പോലെയും ഒക്കെ അവതരിപ്പിക്കേണ്ടി വരും. മുട്ട പൊരിക്കുന്നത് പോലെയും ഒക്കെ പറയേണ്ടി വരും. പഴയ കാലത്തെ ഈ 5 രൂപ പുസ്തകത്തിൽ പറഞ്ഞ ചില കഥകൾ പോലെ ഈ ആലങ്കാരികമായി ഉപമകളും ഉൽപ്രേക്ഷകളും അതുപോലെയുള്ള സംഗതികളും വെച്ച് പറയേണ്ടി വരും. സത്യത്തിൽ ഇതിലെല്ലാം ചെല്ലുന്നത് എവിടെയാണെന്നറിയോ? ഈ അസ്വസ്ഥമായ മനസ്സുകളുണ്ടല്ലോ, തൃപ്തി അടയാത്ത മനുഷ്യൻ്റെ ആവശ്യങ്ങൾ. എബ്രഹാം മാസ്ലോയുടെ ഒരു തിയറിയുണ്ട്, തിയറി ഓഫ് ഹൈരാർക്കി ഓഫ് നീഡ്സ് എന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, സെൽഫ് എസ്റ്റീം നീഡ്സ് എന്നൊക്കെ പറയുന്നതാണ്. ഞാൻ മറന്നുപോയി, പണ്ട് പഠിച്ചപ്പോൾ പഠിച്ചാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ ആ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമല്ലെങ്കിൽ അതൊക്കെ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാക്കും. ഇപ്പോൾ കുടുംബം വളരെ ശക്തമായി, ഭാര്യ-ഭർത്തൃബന്ധം വളരെ സ്നേഹാമൃതം പോലെ, സന്തോഷം പോലെ, വളരെ ആരോഗ്യകരമായി ജൈവികമായി നിലനിൽക്കുന്ന സ്ഥലത്ത് ഈ സ്ത്രീപക്ഷപാതിയും പുരുഷപക്ഷപാതിയും ഒന്നും ജനിക്കത്തില്ല. അവർ നല്ല ഭർത്താവും ഭാര്യയുമായിരിക്കും.
അവർ നല്ല അച്ഛനും അമ്മയുമായിരിക്കും, അവർ നല്ല മകളായിരിക്കും, അവർ നല്ല സഹോദരിയായിരിക്കും, അവർ നല്ല സുഹൃത്തുമായിരിക്കും. പക്ഷേ ഈ അൺമെറ്റ് നീഡ്സ് ഉണ്ടല്ലോ, ഫ്രസ്ട്രേഷൻ വന്നാൽ, ഇപ്പോൾ ഈ മൈത്രേനൊക്കെ ഇരുന്ന് കാച്ചുമ്പോൾ ഞാൻ ഓർക്കും, മൈത്രേൻ്റെയൊക്കെ നല്ല പ്രായത്തിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രോജക്റ്റിൽ വർക്ക് ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ അന്നൊക്കെയുള്ള മൈത്രേയനും ഇപ്പോഴത്തെ താത്വികാചാര്യനായ മൈത്രേനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വന്നു പോകും. കാരണം അത്രമേൽ ഫ്രസ്ട്രേഷൻസാണ് ഒരു മനുഷ്യനെ അവിടെയൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ആ ഫ്രസ്ട്രേഷൻ്റെ ഗ്രാവിറ്റിയും അതിൻ്റെ കൺവെർഷനുമാണ് ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഈ അമിത പുരുഷപക്ഷപാതിയും അമിത സ്ത്രീ വിരോധിയും സ്ത്രീപക്ഷപാതിയും ഒക്കെ ഒരു സമൂഹത്തിൽ ഉണ്ടാവുന്നത് അടിസ്ഥാനപരമായ അൺമെറ്റ് നീഡ്സ് കൊണ്ടാണ്. ബ്രോക്കൺ ഫാമിലി ചില ആളുകളിലൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അതിനൊരു ഉദാഹരണമൊന്നും പറയുന്നില്ല, എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ പറയാം. അദ്ദേഹം വളരെ റെബല്ലിയസ് ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ മാതാവ് വേറൊരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അദ്ദേഹത്തിന് കാണേണ്ടി വന്നു കുട്ടിയായിരിക്കുമ്പോൾ. ആ കാഴ്ച നേരിട്ട് കണ്ട ഒരാൾ ഭയങ്കര റെബല്ലിയസ് ആവും. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഒരു 3 വർഷം പോലും തുടരാൻ പറ്റിയില്ല. ഒരു കുട്ടിയുണ്ടായി, പക്ഷേ അത് ബ്രോക്കണായി, വലിയൊരു ദുരന്തമായി അത് മാറി. എനിക്കറിയാവുന്ന ഒരാളാണ്, എൻ്റെ ഒരു സുഹൃത്താണ്, നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ഫീലിങ്സാണ് പലതും ഉണ്ടാക്കുന്നത്. അല്ല നമ്മൾ ഈ വിഷയത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് ഒന്നും കൊണ്ടല്ല. അതുകൊണ്ട് ഈ ചിലരോടൊപ്പം ചിലതിന് ചാടി ഇറങ്ങുമ്പോൾ ഈ കൂടെ ഇറങ്ങുന്നവർ ചിലർ അപകടത്തിൽപ്പെട്ടു പോകും. കാരണം അവർ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കണ്ടായിരിക്കും ഇറങ്ങുന്നത്. ഇയാൾ കൊള്ളാം, ഒരു സ്ത്രീപക്ഷപാതിയാണ്, അല്ലെങ്കിൽ ഒരു പുരുഷപക്ഷപാതിയാണ് എന്നൊക്കെ പറഞ്ഞ് അമിതമായി ഇറങ്ങുന്നത് അതൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായി ആണെന്നാണ് സൈക്കോളജി പറയുന്നത്. അതിനൊരു ഉദാഹരണത്തിനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചത്.